ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ലാബ് 34 ആണ്. 2024 മെയിൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. സോ കുറെ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, കമന്റ്സ് ആയിട്ടൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. സാർ ഈ ലാബ് ലാബ് 3 ചെയ്യ്, ലാബ് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. മക്കളെ, ഞാനിപ്പോൾ ചെയ്യുന്നത് ഓർഡറിലൊന്നുമല്ല, ഏറ്റവും എളുപ്പമുള്ള കുറച്ച് ലാബുകൾ എടുത്താണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വേണ്ട ലാബിലേക്ക് ഞാൻ എത്തും. പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ലാബുകൾ ആദ്യം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ആ ലാബുകളിലേക്ക് എത്താം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ 2025 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ മക്കളെ, 8 ലാബിനകത്ത് 4 എണ്ണം നിങ്ങൾ ചെയ്താൽ മതി. സോ ഇഷ്ടമുള്ള 4 ലാബ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എളുപ്പമുള്ള ചെയ്യാനല്ലേ നല്ലത്, അല്ലേടാ മക്കളെ? സോ അതുകൊണ്ടാണ് ഞാൻ എളുപ്പമുള്ള കുറച്ച് ചൂസ് ചെയ്തിട്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ സ്കൂളിൽ ഏതാണോ നിങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്, സോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ സ്കൂളിലും ഉള്ള ഒരു ഇന്റഗ്രലാണ്, എല്ലാ സ്കൂളിലും ഉള്ള ഒരു ലാബാണ് ഈ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. മിക്ക സ്കൂളുകളിലും ഉണ്ട്. സോ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മൾ 2023 ഓൾറെഡി ചെയ്തു. സോ കാണാത്ത കുട്ടികൾ മക്കളെ, 2023 ലാബ് ഈ സെയിം ലാബ് തന്നെ ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടിട്ട് ഇങ്ങോട്ട് വാ കേട്ടോ. അത് കണ്ട് നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഇങ്ങോട്ട് വാ, കാരണം കുറച്ചും കൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ക്ലാസ് കണ്ട് മക്കളെ, 2023 നമ്മൾ ഇപ്പോൾ ചെയ്ത ലാബ് കണ്ട് പഠിച്ച കുട്ടികളാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഇത് റിവൈസിങ് ആയിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ ഓൺ ആക്കിയിട്ടിരിക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ പോസ് ആക്കുക, അതിനുശേഷം ചെയ്യുക, അതിനുശേഷം ബാക്കി കാണുക. ഓക്കെ, അല്ലാതെ ഞാൻ വീണ്ടും നിങ്ങളിത് കാണില്ല. നിങ്ങൾ ഓൾറെഡി 2023 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന കണ്ടവരാണെങ്കിൽ മക്കളെ, വീണ്ടും ആവർത്തിച്ച് കാണരുത്. ഞാൻ ചെയ്യുന്നതിന് മുമ്പ് പോസാക്കി വെക്കുക, അതിനുശേഷം നിങ്ങൾ ചെയ്തതിന് ശേഷം ബാക്കി പ്ലേ ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ കറക്റ്റ് ആകുവാണെങ്കിൽ മക്കൾ നിങ്ങൾ പഠിച്ചു. അങ്ങനെ വേണം നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ f of x equal to 2x square minus 1. സോ 2x square minus 1 നമുക്ക് ഇൻപുട്ട് ബോക്സിൽ അടിച്ചു കൊടുക്കണം. സോ 2x സ്ക്വയർ എങ്ങനെയാണ്? റേസ് ടു 2 അല്ലേ? 2x square minus 1 എൻ്റർ അടിക്കുക. സോ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇത് വേണം ഇച്ചിരി ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് കാണാം. ഓക്കെ, 2x square minus 1 അടിച്ചു കൊടുത്തു. അടുത്തത് യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് a ഈക്വൽ ടു ഇന്റഗ്രൽ f1 to 2 ആണ് ലിമിറ്റ് പോയിന്റ്. കണ്ടല്ലോ, 1 to 2 ആണ് ലിമിറ്റ് പോയിന്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. വളരെ 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 എളുപ്പമുള്ള കാര്യമാണ്. a is equal to ഇന്റഗ്രൽ. ഇവർ പറഞ്ഞിരിക്കുന്ന പോലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത മക്കളെ, പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ചെയ്ത മക്കളെ, a ഈക്വൽ ടു ഇന്റഗ്രൽ. ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? വീഡിയോ പോസ് ആക്കിയിട്ട് ബാക്കി ചെയ്യടാ. വീഡിയോ പോസ് ആക്കിയിട്ട് ബാക്കി ചെയ്യ്. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ വീണ്ടും കാണരുത്. വീഡിയോ പോസ് ആക്കിയിട്ട് ബാക്കി ചെയ്യ്, അതിനുശേഷം ബാക്കിയാണ് കേട്ടോ. ഈ മൂന്നാമത്തത് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്? f12. ഓക്കെ, അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്ക്. f അടിച്ചു. സോ ടാബ് ക്ലിക്ക് ചെയ്തു. പിന്നെ 1 ലിമിറ്റ് പോയിന്റ് 1 ആണ്. വീണ്ടും ടാബ് ക്ലിക്ക് ചെയ്തു. ലിമിറ്റ് പോയിന്റ് 2 ആണ്. എൻ്റർ. ഇവിടെ വന്നു കഴിഞ്ഞു. ഏരിയ ഈക്വൽ ടു 3.67 ആണ് മക്കളെ നമ്മുടെ ആൻസർ. ഫൈൻഡ് ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഏരിയയുടെ ആൻസർ സിമ്പിൾ ആയിട്ട് എഴുതാം, 3.67. ബാക്കി വായിച്ചു നോക്കാം. ക്രിയേറ്റ് ആണ് ഇൻപുട്ട് ബോക്സ് ഫോർ ദി ഫംഗ്ഷൻ. ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാം. സോ ഇൻപുട്ട് ബോക്സ് എടുക്കുക, ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, എഫ് എന്ന് അടിച്ചു കൊടുക്കുക. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഏതാണ്? എഫ് ഓഫ് എക്സ് തന്നെയാണ്. ഓക്കെ, സെലക്ട് ചെയ്തു. ഫംഗ്ഷൻ അവിടെ വന്നു കഴിഞ്ഞു. ഒന്ന് മൂവ് ചെയ്ത് മുകളിലേക്ക് എടുത്ത് മാറ്റാം. ഫംഗ്ഷൻ അവിടെ വന്നു കഴിഞ്ഞല്ലോ മക്കളെ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? വി ക്യാൻ എഡിറ്റ് ദ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ബൈ ഡബിൾ ക്ലിക്ക് ഇൻ ദ റീജിയൻ എ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് പോയിന്റ് ചേഞ്ച് ചെയ്യാം. കണ്ടല്ലോ, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ, നമ്മുടെ ഷെയ്ഡ് പോർഷൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റീജിയൻ, അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അവർ പറഞ്ഞു തന്നേ ഉള്ളൂ, അതും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സോ നമ്മൾ എങ്ങനെയാണ് ആൻസർ ഷീറ്റിൽ എഴുതുന്നത്? നമ്മൾ നേരെ പേനയൊക്കെ എടുത്ത് നമ്മൾ എഴുതും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആപ്ലെറ്റ് ക്രിയേറ്റഡ് അല്ലടാ, ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തു. ആപ്ലെറ്റ് ക്രിയേറ്റഡ്. അതേപോലെ തന്നെ ഏരിയയുടെ ഇക്വേഷൻ, ഏരിയയുടെ ആൻസർ എത്രയാണ്? 3.67. അതും കൂടെ എഴുതി വെച്ചു. അത് രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റത്തെ ആൻസർ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇത്ര എഴുതിയാൽ മതി. കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി. ചെയ്യാനാണ് കൂടുതൽ, എഴുതാൻ കുറച്ചേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ദ എബോവ് ആപ്ലെറ്റ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ഗിവൺ കർവ്സ്. ഏതെങ്കിലും ഒരെണ്ണം ടിക്കറ്റ് തരും മക്കളെ. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. എന്ത് ചെയ്യണം? നമുക്കിവിടെ തന്നിരിക്കുന്ന y² = ആണ് അല്ലേ?
വൈ സ്ക്വയർ ഇസിക്കൽ ടു ആണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? വൈ ഇസിക്കൽ എന്ന് എഴുതണം അല്ലേ മക്കളെ? മനസ്സിലായവരുണ്ടെങ്കിൽ ചെയ്തോളാം മക്കളെ. എന്ത് ചെയ്യാം? വൈ സ്ക്വയർ ഇസിക്കൽ ടു 3x, വൈ സ്ക്വയർ ഇസിക്കൽ ടു 3x മൈനസ് 1 ആണ്. അതിനകത്ത് വൈ ഇസിക്കൽ ടു എഴുതുമ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് എന്ന് വരും അല്ലേ? റൂട്ട് ഓഫ് 3x മൈനസ് 1. നമ്മൾ റൂട്ട് ഓഫ് എങ്ങനെ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്? SQRT എന്ന് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ അല്ലേ? SQRT ഓഫ് 3x മൈനസ് 1. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേടാ? യെസ്. നെക്സ്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ആണെങ്കിലോ? രണ്ടാമത്തെ ആണെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? വൈ സ്ക്വയർ ഇസിക്കൽ ടു എന്നാണ്. സോ അതിനെ വൈ ഇസിക്കൽ ടു എന്ന് എഴുതുമ്പോൾ റൂട്ട് ഓഫ് 2x പ്ലസ് 3 എങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കും? SQRT ഓഫ് 2x പ്ലസ് 3 അല്ലേടാ? അതും സിമ്പിൾ ആണ്. ഓക്കെ. നെക്സ്റ്റ് ആണെങ്കിൽ ഇതാണെങ്കിൽ എല്ലാം ഒരേ മോഡൽ അല്ലേടാ? വൈ ഇസിക്കൽ ടു റൂട്ട് ഓഫ് 5x പ്ലസ് 2. അത് നമ്മൾ എന്ത് ചെയ്യും? SQRT ഓഫ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. സിമ്പിളാണ്. നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ലിമിറ്റ് പോയിന്റ് കണ്ടില്ലേടാ? 1 to 4 ആണ്. എബോ എക്സ് ആക്സിസ് ആണ്. സോ ലിമിറ്റ് പോയിന്റ് നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം തുടക്കം തന്നെ. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ലിമിറ്റ് പോയിന്റ് 1 to 4 ആണ്. സോ 1 to 4 അടിച്ചു കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞു. നമുക്ക് വേണ്ട ഫംഗ്ഷൻ കൂടെ മാറ്റി കൊടുക്കാം. വൈ ഇസിക്കൽ ടു എന്നാണ്. വൈ സ്ക്വയർ എന്ന് തരും അവർ. നമ്മൾ വൈ ഇസിക്കൽ ടു എന്ന് മാറ്റി എഴുതണം. എങ്ങനെയാണ്? SQRT ഓഫ് റൂട്ട് 3x മൈനസ് 1 അല്ലേടാ? SQRT ഓഫ് 3x മൈനസ് 1. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. SQRT ഓഫ് 3x മൈനസ് 1 അല്ലേ? 3x ആയിരുന്നു 2x ആയിരുന്നു? 3x മൈനസ് 1. ഓക്കെ. 3x മൈനസ് 1 വന്നു കഴിഞ്ഞല്ലോ മക്കളെ. സോ ഏരിയയുടെ ആൻസർ എന്താണ്? ഏരിയ ഇസിക്കൽ ടു 7.48. സോ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഇത് എത്രയാണ് ആൻസർ? രണ്ടാമത്തേന്റെ എ പാർട്ട്. രണ്ടാമത്തെ ബിയുടെ ഒന്നാമത്തെയാണ് നിങ്ങൾക്ക് ടിക്കറ്റ് തന്നിരിക്കണമെങ്കിൽ ബിയിലെ 1 എഴുതിയിട്ട് ആൻസർ എഴുതി വെക്കുക. എന്തെഴുതണം? ഏരിയ ഇസിക്കൽ ടു 7.48 എന്ന് മാത്രം. അത്രയുള്ള കാര്യം. ഇനി രണ്ടാമത്തെയാണ് നിങ്ങൾക്ക് ടിക്കറ്റ് ഇരിക്കണമെങ്കിൽ ബി എന്നിട്ടിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഏരിയ എഴുതി വെക്കുക. എന്താണ് ഈ രണ്ടാമത്തെയാണ് ചോദിച്ചിരിക്കണമെങ്കിൽ എന്ത് എഴുതും? നമുക്ക് ലിമിറ്റ് പോയിന്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. 0 to 2 അല്ലേ? 0 to 2. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇത് 0 ആക്കുക, ഇത് 2 ആക്കുക, എൻ്റർ. അൺഡിഫൈൻ എന്ന് തോന്നുന്നു. നോ പ്രോബ്ലം. നമുക്ക് ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. 2x പ്ലസ് 3 അല്ലേ? അത് SQRT ഓഫ് 2x പ്ലസ് 3. SQRT ഓഫ് 2x പ്ലസ് 3. 2x പ്ലസ് 3 ആണ്. 2x പ്ലസ് 3 കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്ര വേണം എഡിറ്റ് ചെയ്യാം. 4.44 എന്ന് വന്നു ആൻസർ. സിമ്പിൾ. നെക്സ്റ്റ് വൈ സ്ക്വയർ ഇസിക്കൽ 5x പ്ലസ് 2. നമുക്ക് ലിമിറ്റ് പോയിന്റ് 1 to 3 ആണ്. ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്തു. 1 to 3, 1 to 3 എൻ്റർ. അത് എഴുതി വെക്കല്, ധൃതി കാണിക്കല്, നമ്മൾ ആർത്തി കാണിക്കല് പയ്യെ വേണം. എന്താടാ? വൈ ഇസിക്കൽ റൂട്ട് ഓഫ് 5x പ്ലസ് 2 അല്ലേ? SQRT ഓഫ് 5x പ്ലസ് 2. SQRT ഓഫ് 5x പ്ലസ് 2. SQRT ഓഫ് 5x പ്ലസ് 2 അല്ലേടാ മക്കളെ? എൻ്റർ അടിക്കുമ്പോൾ നമ്മുടെ ഏരിയ വന്നു കഴിഞ്ഞു. 6.88 എന്നാണ് നമ്മുടെ ആൻസർ. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ഏരിയ ഇസിക്കൽ 6.88 എന്ന് എഴുതി കഴിയുമ്പോൾ നമ്മുടെ ആൻസർ കഴിഞ്ഞു. സോ 2 ആൻസർ കഴിഞ്ഞു. 4 മാർക്ക് കിട്ടിക്കഴിഞ്ഞു മക്കളെ. വളരെ കൂളായിട്ട് സമാധാനത്തോടെ എഴുതുക. ടെൻഷൻ ഒന്നും വേണ്ട. നമുക്ക് 4 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. കൺസെപ്റ്റ് അറിയാമെങ്കിൽ എന്ത് പാടാ. നെക്സ്റ്റ് അടുത്ത ചോദിച്ചിട്ടുണ്ട്. Using the given applet, find the area of the region bounded by the curves. Also write the method of finding the area. വേറൊന്നുമല്ല, ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? x equal to -2 to 2 ആണ്. സോ ലിമിറ്റ് പോയിന്റ് ആദ്യം തന്നെ ചേഞ്ച് കൊടുക്കാം. എന്ത് എളുപ്പമല്ലേ ശരിക്കും പറഞ്ഞാൽ. തിയറി പഠിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇന്റഗ്രലിന്റെ ആപ്ലിക്കേഷൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ലാബ് ചെയ്യാൻ എന്ത് എളുപ്പം. ഒന്നുമില്ല, ചുമ്മാ കടിച്ചു കൊടുക്കുക. -2 to 2 കൊടുത്തു. അപ്പോൾ അവിടെ അൺഡിഫൈൻ എന്ന് പറഞ്ഞു വന്നു. കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഫംഗ്ഷൻ x സ്ക്വയർ മൈനസ് 1 അല്ലേടാ മക്കളെ? x സ്ക്വയർ മൈനസ് 1 ചേഞ്ച് ചെയ്ത് കൊടുക്കാം. x സ്ക്വയർ x ഷിഫ്റ്റ് ആക്കിയിട്ട് നമ്മുടെ റൈസ് ടു ബട്ടൺ അല്ലേ? x സ്ക്വയർ മൈനസ് 1 സ്ക്വയർ മൈനസ് 1. ഓക്കെ മക്കളെ, ഇങ്ങനെ വന്ന് എന്ത് ചെയ്യണം? 2023 തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ട കുട്ടികളാണെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാകും. എന്ത് ചെയ്യണം? താഴത്ത് കുറെ ഭാഗങ്ങളുണ്ടല്ലേ? ഇത് എഴുതി വെക്കലട മക്കളെ. ഞാൻ വീണ്ടും പറഞ്ഞു, ഇത് എഴുതി വെക്കരുത്. എന്ത് ചെയ്യണം? കുറച്ച് ഭാഗം താഴത്തുണ്ടല്ലേ? സോ അതും കൂടെ നമുക്ക് മുകളിലേക്ക് ആക്കണ്ടേ മക്കളെ? അതും കൂടെ മുകളിലേക്ക് ആക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ആൻസർ കറക്റ്റ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ 1.33 എഴുതിയ പൊട്ട തെറ്റാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മുകളിലേക്ക് ആക്കണമെങ്കിൽ
കാരണം താഴത്തെ ഭാഗം കുറച്ച് നെഗറ്റീവ് ഉണ്ട്, കുറച്ച് പോസിറ്റീവ് ഉണ്ട്, കുറേയൊക്കെ ക്യാൻസലായി പോയതിന് ശേഷമാണ് ഇവർ തന്നിരിക്കുന്ന ഏരിയ. നമ്മൾക്ക് അതിന് കറക്റ്റ് ആക്കണമെങ്കിൽ മക്കളെ ഇതിൻ്റെ മോഡുലസ് ഇട്ട് കൊടുക്കണം. അബ്സല്യൂട്ട് വാല്യൂ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അബ്സല്യൂട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്? ABS ഓഫ്. എടാ അപ്പം ഇത് എങ്ങനെ തിരിച്ചറിയാം? എടാ ഇങ്ങനത്തെ ഗ്രാഫിന്റെ കുറച്ച് ഭാഗം താഴത്തും കുറച്ച് ഭാഗം മുകളിലും ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ABS ഓഫ് എന്ന് ഫ്രണ്ടിൽ നിന്ന് അടിച്ചു കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ ആ ഭാഗം മുകളിലേക്കാകും. കണ്ടല്ലോടാ, താഴത്തിരിക്കുന്ന ആ ഭാഗം നേരെ നമ്മൾ ഇത് ചെയ്തപ്പം മുകളിലേക്കായി. കണ്ടല്ലോ? അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സാധനം മറിച്ചിടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ABS കൊടുക്കണം. ഇത് കാണുമ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന സാധനം ഓർത്തോണം, ദോശ മറിക്കണ പോലെ നമ്മളിങ്ങനെ മറിക്കണം. കണ്ടല്ലോടാ, ഇങ്ങനെ ഇട്ടിരിക്കുന്ന സാധനം നമുക്ക് മുകളിലേക്ക് വരണമെങ്കിൽ ABS കൊടുക്കുമ്പോൾ മറിഞ്ഞു വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഏരിയ. എത്രടാ? ഏരിയ = 4. അത് എഴുതി വെക്കണം. അപ്പൊ ഇതിന്റെ മെത്തേഡും കൂടെ എഴുതാൻ അവർ പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, കാര്യം അറിയാവോ എന്നറിയാൻ വേണ്ടിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. മെത്തേഡ് എഴുതാൻ പറഞ്ഞ ഏടാ മക്കളെ എന്ത് എഴുതണം? നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ വന്നിട്ട് നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതണ പോലെ എഴുതാം. ഒന്നാമത്തെ C പാർട്ടിനകത്ത് ഫസ്റ്റ് അല്ലേ? ഒന്നാമത്തേന്റെ C പാർട്ടിനകത്ത് ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾ ആൻസർ ഷീറ്റ് എങ്ങനെ എഴുതേണ്ടത് വെച്ചാൽ ഒന്നാമത്തതിന്റെ ABC എഴുതിയല്ലോ ഓൾറെഡി. ABC എഴുതി കഴിഞ്ഞ് C ആണല്ലോ എഴുതാൻ പോകുന്നത്. C എഴുതാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ ആൻസർ അല്ലേ? അതിന്റെ ഫസ്റ്റത്തെയാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ 1 ഇടുക. എന്താണ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വാരി വലിച്ചൊന്നും എഴുതണ്ട. നമ്മൾ f(x) ഫംഗ്ഷൻ എന്ത് കൊടുത്തു? നമ്മൾ ABS ഓഫ് പിന്നെന്താണ് x² - 1 എന്ന് കൊടുത്തു. ABS ഓഫ് x² - 1 എന്ന് കൊടുത്തു. therefore ഏരിയ. അപ്പോൾ എനിക്ക് ഏരിയ കിട്ടി. എത്രയാണ്? 4. ഇത്രയാണ് അവർ ഉദ്ദേശിച്ച മെത്തേഡ്. ഈ 2 വരി എഴുതാനാണ് അവർ ഉദ്ദേശിച്ച മെത്തേഡ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? ഇത് ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് എഴുതുന്നത് അത് തന്നെയാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. തെറ്റിക്കാതെ ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ചിലവർക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കിട്ടണമെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യം ലിമിറ്റ് പോയിന്റ് -1 to 1 അല്ലേ? -1 to 1 ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു. -1 to 1 -1 to 1 എൻ്റർ അടിച്ചു. ധൃതി പിടിച്ച് എഴുതരുത്, നമുക്ക് അവിടെ മാറ്റാനുണ്ട്. എന്താടാ? 2x² - 1 ആണ്. അബ്സല്യൂട്ട് അടിച്ചു കൊടുക്കണം അല്ലേ? അബ്സല്യൂട്ട് അടിച്ചില്ലെങ്കിൽ എന്ത് വരും? അബ്സല്യൂട്ട് അടിക്കാതെ വേണേ അടിച്ചു കാണിച്ചിടാം. അബ്സല്യൂട്ട് അടിക്കാതെ 2x² - 1 2x² - 1 അബ്സല്യൂട്ട് അടിക്കാതെയാണ് അത് ചെയ്യണമെങ്കിൽ 2x² - 1. അപ്പതേ പകുതി ഇങ്ങനെ താഴത്ത് വരണ ഉടനെ നിങ്ങൾ എന്നെ ഓർത്തോണം, ഇങ്ങനെ മറിച്ചിടണം. മറിച്ചിടണമെങ്കിൽ എന്ത് ചെയ്യണം? ABS ഫ്രണ്ടിൽ കൊടുക്കണം. ABS ഫ്രണ്ടിൽ കൊടുക്കണം. ഇട മക്കളെ, ഇത് കാണുമ്പോൾ ദോശ ഓർത്തോണം. ദോശ മറിക്കണ പോലെ മറിച്ചിടണം. കണ്ടല്ലോ? ഈ താഴത്തുള്ള കുറച്ച് ഭാഗം കൂടെ മുകളിലേക്ക് മറിക്കണം. അപ്പൊ ABS ഫ്രണ്ടിൽ കൊടുത്തെങ്കിൽ മാത്രമേ ABS ദോശ ഇടുന്ന പോലെ അബ്സല്യൂട്ട് ABS. മനസ്സിലായല്ലോ? ദോശ മറിക്കുന്ന സൗണ്ട് അപ്സ്. ഓക്കെ, അപ്സ് ABS കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ തിരിഞ്ഞു വരത്തുള്ളൂ. സോ ഏരിയ എത്രടാ? 1.22 എന്നാണ് നമ്മുടെ ഏരിയ. ഇതിന്റെ ആൻസർ നേരത്തെ എഴുതിയ പോലെ തന്നെ എന്ത് ചെയ്യാം? C പാർട്ടിനകത്ത് 2 ഇട്ടിട്ട് നമുക്ക് എഴുതാം f(x) = ABS ഓഫ് 2x² - 1. therefore ഏരിയ = 1.22. സിമ്പിൾ. നെക്സ്റ്റ് അടുത്താണെങ്കിൽ -2 to 2 അതും കൂടെ ചെയ്തേക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്തു. -2 to 2. ഇവിടെ മക്കളെ ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾ മൂവ് ബട്ടൺ ഇല്ലേ, ഇത് ഇവിടുത്തെ മുകളിലത്തെ, അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. ചിലപ്പോൾ ചിലവരുടെ ഒന്നും ഇവിടെ കൊടുക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും വരത്തില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. മൂവ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് എന്ന് ക്ലിക്ക് ചെയ്യാം. എന്ത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ -2 to 2 ആണ്. സോ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. -2 to 2. നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചറിനൊക്കെ തന്നെ ചോദിക്കാം, ടീച്ചർ ഇത് വരുന്നില്ല എന്ന് പറയാം. ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ചോദിക്കണം, നമ്മുടെ ഡൗട്ട് അല്ലേ? ഓക്കെ, ചിലപ്പോൾ ഇന്നത്തെ എന്തെങ്കിലുമൊക്കെ എറർ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാതിരിക്കാം. അപ്പൊ നിങ്ങൾ ടീച്ചറിനോട് ധൈര്യമായിട്ട് ചോദിക്കുക, അതൊന്നും മാർക്ക് പോകത്തില്ല കേട്ടോ. ഓക്കെ, -2 to 2 എന്ന് കൊടുത്തു. 3x² - 1 അത് അബ്സല്യൂട്ട് അപ്സ് വെച്ച് കൊടുക്കണം. 3x² - 1 3x² - 1 13.54 കിട്ടും. ഇതങ്ങ് എഴുതി വെച്ചാൽ മതി ആൻസർ. വളരെ 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 സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ 2, 4, 6 മാർക്കായേ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് 2 മാർക്കിന്റെ. 2023 നമുക്ക് ചോദിച്ച സർക്കിൾ ആയിരുന്നു. 2024 നമുക്ക് ചോദിച്ചിരിക്കുന്നത് എലിപ്സ് ആണ്. സർക്കിളും എലിപ്സും മാത്രമേ മാറി ചോദിക്കത്തില്ല കേട്ടോ മക്കളെ. 2025 ചോദിക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ സർക്കിൾ അല്ലെങ്കിൽ എലിപ്സ് ആയിരിക്കും. 2023 24 ക്വസ്റ്റ്യൻസ് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ വളരെ എളുപ്പം ആ 2 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ മക്കളെ ഇത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സർക്കിളിനകത്ത് എങ്ങനെ ചെയ്ത് y = ഒന്ന് മാറ്റി എഴുതി അല്ലേടാ? y² = ഒന്ന് മാറ്റി എഴുതി.
അതേപോലെ ഇവിടെ മാറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതണം. ഓക്കെ, നോക്കിക്കോണേ. ഇവിടെ y = എഴുതണമെങ്കിൽ ഞാൻ ഈ x² - 9 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ എന്താ കൂടാ? y², ശ്രദ്ധിച്ചോണം മക്കളെ, ഈ y²/4 ഇല്ലേ, അതിന് അതേപോലെ തന്നെ എഴുതുന്നു. y²/4 ഈക്വൽ ടു 1. ഈ ഞാൻ x² - x²/9 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -x²/9. ഓക്കെ, ഇവിടെ LCM എടുക്കാം. അതെ, ഇതുകൊണ്ട് LCM എടുക്കുമ്പോൾ എന്ത് വരും? 9 - x²/9 എന്നാവും. ഓക്കെ, ഇനി 4 കൊണ്ട് ഇപ്പുറത്തേക്ക് കൊണ്ട് ഇൻഡു ചെയ്യാം. ഇവിടെ y²/4 അല്ലേ, ആ 4 കൊണ്ട് ഇപ്പുറത്തേക്ക് ഇൻഡു ചെയ്യുമ്പോൾ എന്ത് വരും? y² = 4 ഇപ്പുറത്തേക്ക് കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ 4 × 9 - x²/9 എന്ന് എഴുതാം. ഓക്കെ അല്ലേടാ? അപ്പൊ y² ആണ് ഇത് കിട്ടിയത്. അപ്പൊ y എന്ത് വരും? y = √4 × 9 - x²/9 എന്ന് വരും. എടാ മക്കളെ, 4ന് റൂട്ട് ഉണ്ടല്ലോ, 9ന് റൂട്ട് ഉണ്ടല്ലോ. റൂട്ട് ഉണ്ടെങ്കിൽ റൂട്ട് പുറത്തേക്ക് എടുക്കാം. റൂട്ടിന് വെളിയിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 4ന്റെ റൂട്ട് 2ഉം ബൈ 9ന്റെ റൂട്ട് 3ഉം എഴുതാമല്ലോ. കാരണം റൂട്ടിന് വെളിയിലേക്ക് വരുമ്പോൾ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. മിച്ചം ഈ 9 - x² അതേപോലെ തന്നെ എഴുതാം. √9 - x². കണ്ടല്ലോടാ മക്കളെ, ഇതാണ് ഫസ്റ്റത്തേന്റെ ആൻസർ. അപ്പൊ നമ്മൾ ഇതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ 2/3 √9 - x². മക്കളെ, ഇതാണ് നമുക്ക് വേണ്ടതെങ്കിലും ഇത്രയും ചെയ്യാനായിട്ട് ചിലർക്ക് ടഫാണ് എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. സാർ, ഇതെങ്ങനെ ഞങ്ങൾ ചെയ്യും? ഇതെങ്ങനെ ഓർത്തിരിക്കും? മക്കളെ, അതിന് വഴിയുണ്ട്. ഇതാദ്യം നിങ്ങളൊന്ന് എഴുതിയെടുത്തേ. വേണ്ട കുട്ടികൾ കറക്റ്റായിട്ട് ഇതൊന്ന് എഴുതിയെടുത്തേടാ മക്കളെ. ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ പോസ് ആക്കിയിട്ടൊന്ന് എഴുതിയെടുത്തേ. ഇതാണ് സ്റ്റെപ്പുകൾ കറക്റ്റ് വേണ്ടത്. ഇതാണ് നമ്മുടെ y, ഇതാണ് നമ്മുടെ f(x). ഇതങ്ങോട്ട് അടിച്ചു കൊടുത്താൽ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, പക്ഷേ ഇത് പോസ് ചെയ്ത് എഴുതിയെടുത്തോ. പക്ഷേ ഇത് വേറെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതാണല്ലോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, അല്ലേടാ? അപ്പൊ അതിന് മാർക്ക് പോകുമെന്ന് ചോദിച്ചാൽ മാർക്കൊന്നും പോകത്തൊന്നുമില്ല. നമുക്കത് സിംഗിൾ സ്റ്റെപ്പിൽ എഴുതാനൊക്കെ ഏതൊരാൾക്കും പറ്റും, അറിയാവുന്നവർക്ക്. പറഞ്ഞുതരാം, നോക്കിക്കോ. അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്ര എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് തെറ്റാതെയൊക്കെ എഴുതാം. മറ്റേതും ട്രിക്കും തെറ്റാതെയൊക്കെ എഴുതാം. നോക്കിക്കോണേ, ഇതിന്റെ ആൻസർ ഡയറക്റ്റ് ഇതിൽ നിന്ന് എനിക്ക് f(x) അല്ലെങ്കിൽ y = എന്ന് എഴുതാം. എങ്ങനെയാന്ന് പറയട്ടെടാ, നോക്കണേ. എടാ, എപ്പോഴും y-യുടെ റൂട്ട് ആദ്യം എഴുതുക. y-യുടെ താഴെ കിടക്കുന്ന നമ്പറിന്റെ റൂട്ട് എത്രയാടാ? 4ന്റെ റൂട്ട് എഴുതുക 2 ബൈ, എപ്പോഴും y-യുടെ താഴെ കിടക്കുന്നതിന്റെ റൂട്ട് എഴുതുക ബൈ x-ന്റെ താഴെ കിടക്കുന്ന റൂട്ട് എഴുതുക. എത്രയാടാ? 9ന്റെ റൂട്ട് 3, പിന്നെ റൂട്ട് ഇടുക. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഇത് കണ്ടല്ലോ, ഇവിടുത്തെ ഇത് തമ്മിൽ 9 - x². ഇത്രേ ഉള്ളൂ ട്രിക്ക്. എല്ലാ ക്വസ്റ്റിനും ഇത്രയേ ഉള്ളൂ. എല്ലാ ക്വസ്റ്റിനും ഇതുപോലെ എഴുതാം. വേണേ രണ്ടാമത്തെ എഴുതി കാണിച്ചത്. രണ്ടാമത്തെ നോക്കിക്കോണേ. എങ്ങനെയാടാ? y-യുടെ താഴെയുള്ള ഇതിന്റെ റൂട്ട് എടുക്കുക. 25ന്റെ റൂട്ട് 5. y = എന്ന് എഴുതാം. y = അതിന്റെ റൂട്ട് 5. അടുത്തത് x² താഴെയുള്ള റൂട്ട് 16ന്റെ റൂട്ട് എത്രയാടാ? 4. റൂട്ടാണ് 4. പിന്നെ റൂട്ട് ഇട്ടു. പിന്നെ എന്ത് ചെയ്യണം? നമ്മള് ദൈവനെ തമ്മിൽ അങ്ങ് കുറയ്ക്കുക. റൂട്ടിനകത്ത് 16 - x². ഓക്കെ ആണോ? അടുത്തതും ചെയ്യാം, ഇതും ചെയ്യാം. എന്ത് ചെയ്യണം? y = ഒന്ന് എഴുതിക്കേടാ. വീഡിയോ പോസ് ആക്കിയിട്ട് ഒന്ന് എഴുതി വയ്ക്കുക. നിങ്ങൾ കറക്റ്റ് കിട്ടുമെന്ന്. എന്ത് വരും? y² താഴെ നമ്പർ 16ന്റെ റൂട്ട് 4, 36ന്റെ റൂട്ട് 6, റൂട്ട് ഇട്ടു. പിന്നെ ഇവനെ തമ്മിൽ അങ്ങ് കുറയ്ക്കുക. 36 - x². ഓക്കെ അല്ലേടാ മക്കളെ? ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ ഒന്ന് കമന്റ് ചെയ്യണേ. മക്കളെ ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം എന്താ വെച്ചാൽ പലർക്കും ടഫ് ആയിട്ടുള്ള കാര്യമാണ് ഇതിങ്ങനെ സോൾവ് ചെയ്തെടുക്കുക. എല്ലാ കുട്ടികൾക്കും എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റത്തൊന്നുമില്ലല്ലോ. പക്ഷെ നമുക്ക് ചെയ്തല്ലേ പറ്റൂ ചോദിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് മക്കളെ ഞാൻ ഈ ട്രിക്ക് പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അത്രയും സ്റ്റെപ്പ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ മാർക്ക് ഒരു തുള്ളി പോലും പോകാതിരിക്കണമെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ അടിച്ചു കൊടുത്തല്ലേ പറ്റൂ. അതിന് വേണ്ടി പറഞ്ഞ ട്രിക്കാണ് മക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എത്ര പേർക്ക് ഈ ഒരു ട്രിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ. കേട്ടോ മക്കളെ? ഒരു ലവിന്റെ ഒരു ഇമോജിയെ കിട്ടും നിങ്ങൾ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ ഇതങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ എന്താണ്? 2/3 √9 - x².
ഇതൊക്കെ മൊത്തം ഒന്ന് കളയുവാണേ. ഓക്കെ, അപ്പൊ നമുക്ക് ജിയോജിബ്ര എടുത്തു. ഫസ്റ്റത്തെ എന്താണ്? y is equal to അല്ലേ, y is equal to എന്നാണ്. അപ്പൊ 2/3 റൂട്ട് 9 മൈനസ് എക്സ് സ്ക്വയർ. ഞാനിവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ 2/3 റൂട്ട് ഓഫ് റൂട്ടിന് എന്താണ്? SQRT ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ, 9 മൈനസ് എക്സ് സ്ക്വയർ. എൻ്റർ അടിക്കുക. കണ്ടല്ലോ, നല്ലൊരു എലിപ്സ് വന്നു. എലിപ്സ് ആണല്ലോ ഇത്. മറ്റേത് 2023 സർക്കിൾ ആണെങ്കിൽ ഇപ്പൊ എലിപ്സ് ആയി വെച്ചത്. എലിപ്സ് വന്നു, പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്താണ് മക്കളെ? കാരണം ദേ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതിന്റെ വാല്യൂ വേണ്ടേ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതിന്റെ ഏരിയ വേണ്ടേ? ലിമിറ്റ് പോയിന്റ് വന്നിട്ടില്ല, പക്ഷെ നമുക്ക് അറിയാം ഇവിടം തൊട്ട് ഇവിടം വരെ വേണം. ദേ കണ്ണ് തുറന്ന് നോക്കടാ, -3 തൊട്ട് 3 വരെ. അപ്പൊ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇതൊന്ന് എഡിറ്റ് ചെയ്യുക. -3 തൊട്ട് 3 വരെ, എൻ്റർ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഏരിയ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇതാണോ നിങ്ങളുടെ ഏരിയ? ഇതാണോ മക്കളെ നിങ്ങളുടെ ഏരിയ? അല്ല. ഇത് എഴുതി വെക്കരുത്, എഴുതി വെക്കരുത്. എടാ പകുതിയാടാ ഇത്, എടാ പകുതി ഏരിയടാ. മനസ്സിലായ? ഒരു തേങ്ങയുടെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പകുതിയുടെ ഏരിയ കണ്ടുപിടിച്ചിട്ട് കാര്യമുണ്ടോ? മൊത്തം കൂടെ ആകുമ്പോഴല്ലേ ഒരു തേങ്ങയുടെ ഏരിയ ആകത്തുള്ളൂ. അതേപോലെ തന്നെ ഈ എലിപ്സിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പകുതിയുടെ ഏരിയ ആയിട്ടുള്ളൂ. എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? താഴത്തെയും കൂടെ ഉണ്ട്. എലിപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയും കൂടെ ഉണ്ട്. നല്ല വൃത്തികെട്ട ഫിഗർ. ഇങ്ങനെയും കൂടെ ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? നമുക്കിപ്പോ മുകളിലത്തെ മാത്രമേ 9.42 കിട്ടിയുള്ളൂ, താഴത്ത് 9.42 ഉണ്ട്. മനസ്സിലായോ? പക്ഷെ അത് ഗ്രാഫിനകത്ത് ഇതിൻ്റെ അകത്ത് ഇത്രേ കാണിച്ചുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 9.42 പ്ലസ് 9.42 എടുക്കാം. ഇല്ലെങ്കിൽ 2 × 9.42 അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ ആൻസർ കിട്ടും. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. എന്തിനാണ് കാൽക്കുലേറ്റർ? എന്താ ആവശ്യമിരിക്കുന്നത്? നമുക്ക് കമ്പ്യൂട്ടറിലെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മക്കളെ, ഇൻപുട്ട് ബോക്സിൽ 2 സ്റ്റാർ 2 ഇൻറ്റു ബട്ടൺ ഇതിൻ്റെ അകത്തില്ല, സ്റ്റാർ എന്നുള്ളതാണ് കേട്ടോ. 9ന്റെ മുകളിലുള്ളതാണ് സ്റ്റാർ. 2 × 9.42 അടിച്ചു കൊടുക്കുക. 9.42 എൻ്റർ. ഇവിടെ വന്നു കഴിഞ്ഞു. 18.84 ആണ് ഇതിന്റെ ആൻസർ. എങ്ങനെ എഴുതും നമ്മൾ? ഇതിന്റെ ആൻസർ എഴുതാൻ വലിയ പാടൊന്നുമില്ല. എത്രാമത്തെയാടാ? ഡി പാർട്ട് അല്ലേ. ഡി പാർട്ടിനകത്ത് ഡി എന്നിട്ടിട്ട് ഫസ്റ്റ് പാർട്ടല്ലേ. ഓക്കെ, ഫസ്റ്റത്തെ ഏരിയ ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി അത്ര എഴുതിയല്ലോ, അതൊക്കെ എഴുതണേ. ഏതാ? f of x എന്ന് പറയുന്നത് എന്താണ്? 2/3 റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ആണ്. therefore ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 2 × 9.42 ആണ്. ഈക്വൽ ടു എത്രയാടാ? 18.84. ഇതൊക്കെ എഴുതി കഴിയുമ്പോൾ എന്ത് സാറ്റിസ്ഫാക്ഷൻ നമുക്ക്. ആഹാ, നല്ല കിഡിലനായിട്ട് നമ്മൾ ആൻസർ എഴുതി കഴിഞ്ഞല്ലേ. എത്ര സാറ്റിസ്ഫാക്ഷൻ ആയി ഒന്ന് ഓർത്തു വയ്ക്കണം മക്കളെ. യെസ്, അങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. ഇത്ര എഴുതി കഴിഞ്ഞാൽ മതി. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടെ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ എന്ത് വരണം മക്കളെ? y is equal to 5/4 റൂട്ട് 16 മൈനസ് എക്സ് സ്ക്വയർ. 5/4 SQRT ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ. എൻ്റർ. വന്നു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ലിമിറ്റ് പോയിന്റ് ചേഞ്ച് ചെയ്യേണ്ട മക്കളെ. യെസ്, -4 തൊട്ട് 4 വരെ. ഇവിടെ -4 തൊട്ട് -4 വരെ എടുക്കുക. എൻ്റർ അടിക്കുക. 31.42 വന്നു. പക്ഷെ നമ്മുടെ ആൻസർ എന്താണ്? 2 × 31.42 62.84 വരും നമ്മുടെ ആൻസർ. 62.84. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ y is equal to 4/6 റൂട്ട് 36 മൈനസ് എക്സ് സ്ക്വയർ. 4/6 റൂട്ട് 36 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, വന്നു കഴിഞ്ഞു. ലിമിറ്റ് പോയിന്റ് എവിടെ തൊട്ട് എവിടെ വരെയാടാ? -6 തൊട്ട് 6 വരെ. ഡബിൾ ക്ലിക്ക് ചെയ്തു. -6 തൊട്ട് 6 വരെ. -6 തൊട്ട് 6. 37.7. ഇവിടെ ഇൻപുട്ട് ബോക്സിൽ 2 × 37.7 അടിക്കുക. എൻ്റർ അടിക്കുക. 75.4 നമ്മുടെ ആൻസർ. കണ്ടല്ലോ മക്കളെ, എന്ത് എളുപ്പം ചെയ്യാൻ പറ്റും. ഞാനിത് പറഞ്ഞപ്പോൾ ഏകദേശം വീഡിയോയുടെ ലെങ്ത് 20 മിനിറ്റ് കൂടുതലായെങ്കിലും ഇത് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് പോലും വേണ്ട. 10 മിനിറ്റ് പോലും വേണ്ട ഈ ലാബ് ചെയ്യാൻ.
അതെൻ്റെ ഉറപ്പാണ്. മക്കളെ നിങ്ങൾ പഠിച്ചിട്ട് പോവാണെങ്കിൽ 10 മിനിറ്റ് പോലും വേണ്ട. 2023-24 ലാബ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾക്ക് 2025 ലാബ് ചെയ്യാൻ 10 മിനിറ്റ് പോലും വേണ്ടി വരത്തില്ല കേട്ടോ മക്കളെ. അത്ര എളുപ്പമായിരിക്കും നിങ്ങളുടെ ലാബ്. സോ ഇത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. സോ വളരെ എളുപ്പം, നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലാബായിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ മക്കളെ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം മക്കളെ. ഓക്കെ, ബൈ.